ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ രാജ്ഭവൻ ജീവനക്കാർക്കെതിരെ കേസെടുത്ത് കൊൽക്കത്ത പോലീസ് അതിജീവിതയെ തടഞ്ഞു വെക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് കേസ്. 4 ജീവനക്കാർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി തന്നെ തുടരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇക്കാര്യത്തിൽ രാജ്ഭവൻ എടുത്തൊരു സമീപനം ഗവർണർക്കുള്ള സവിശേഷ അധികാരത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ പ്രിവിലേജ്ഡ് ആണ്, അതുകൊണ്ട് വിവരങ്ങളൊന്നും നൽകേണ്ടതില്ല എന്നൊക്കെ ഒരു നിലപാട് രാജ്ഭവൻ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ രാജ്ഭവനിലെ ജീവനക്കാർക്കെതിരെ കൊൽക്കത്ത പോലീസ് കേസെടുത്തിരിക്കുന്നു. എന്താണ് എഫ്ഐആറിലെ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ ഗവർണർക്ക് ഭരണഘടനാ പരിരക്ഷയുള്ളതിനാൽ തന്നെ നിയമപരമായോ അല്ലെങ്കിൽ കോടതിക്കോ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ കൊൽക്കത്ത പോലീസ് ഗവർണർക്കെതിരായ അതിജീവിതയുടെ പരാതിയുടെ മേൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ജീവനക്കാരോട് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ ഗവർണർ രേഖാമൂലം ഇത്തരത്തിൽ ഗവർണർക്കുള്ള ഭരണഘടനാപരമായ പരിരക്ഷ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജീവനക്കാർക്ക് കത്തയക്കുകയും അന്വേഷണവുമായി സഹകരിക്കുകയും ചെയ്യരുതെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. രാജ്ഭവൻ സഹകരിക്കുന്നില്ല, CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കിയില്ല. ചോദ്യം ചെയ്യലിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഹാജരായത്, മറ്റ് 3 പേർ ഹാജരായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാജ്ഭവൻ ജീവനക്കാർക്കെതിരെ കേസെടുക്കാൻ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൊൽക്കത്ത പോലീസ് എത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.